തിരുവമ്പാടിയിൽ ആദ്യവും പിന്നീട് പാറമേക്കാവിലും കൊടിയേറി അതിനുശേഷമുള്ള പാറമേക്കാവ് ഭഗവതിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. ആ ഗജനിര നിരന്നത് എത്ര മനോഹരമായിട്ടായിരുന്നു. ഇത്തവണയും ആ ഗജനിരയുണ്ടാകും. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഒരൊറ്റ ആനപ്പുറത്ത് നെയ്തലക്കാവിലമ്മ ചെമ്പട്ടണിഞ്ഞ് ഇതാ അല്പസമയത്തിനകം തന്നെ തെക്കേ ഗോപുര നടയ്ക്ക് മുമ്പിൽ കൂടിയിരിക്കുന്ന എത്ര മണിക്കൂറായിരുന്നു നമ്മളിപ്പോൾ ലൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് 8 മണി മുതൽ നമ്മൾ ഈ തത്സമയ വിവരണത്തിന്റെ ഭാഗമായി നിൽക്കുകയാണല്ലോ. അപ്പോൾ മുതൽ ഇതിനു മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആളുകൾ. പോലീസുകാർ അവർ പറയുന്നുണ്ട് ഉഷ്ണതരംഗമുണ്ട്, ചൂടുണ്ട്, നിങ്ങൾ മാറി നിൽക്കൂ, 12 മണിയാകും നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുര നടയിൽ നിന്ന് ഇറങ്ങാൻ, മാറി നിൽക്കൂ എന്ന് പറയുമ്പോൾ അവർ മറുപടി പറയുന്നത് എന്താണ്? ഇല്ല, ഞങ്ങൾ മാറുന്നില്ല. ഈ ഒരു നിമിഷം മിസ്സായാൽ പിന്നെ അടുത്ത വർഷമേ ഇനി ഈ ഒരു നിമിഷമുള്ളൂ. ഇവിടെ നിന്ന് മാറുന്നില്ല. ഞങ്ങൾ ഈ ചൂട് സഹിച്ചുകൊള്ളാം, വെള്ളം കുടിച്ചുകൊള്ളാം, വിച്ചറി ഉപയോഗിച്ചോളാം, തൊപ്പി ഉപയോഗിച്ചോളാം. പക്ഷേ ഞങ്ങൾക്ക് ഈ നെയ്തലക്കാവിലമ്മ ഈ തെക്കേ ഗോപുര നട തുറക്കുന്ന കാഴ്ച കാണാതിരിക്കാനാവില്ല, അത് മിസ് ചെയ്യാനാവില്ല. മറ്റൊന്നിനും പകരം വെക്കാനുള്ള കാഴ്ചയല്ല അത് എന്നതാണ് ഒരു വികാരം എന്നതിനപ്പുറത്തേക്ക് എന്താണ് ഈ നിമിഷത്തെ പറയാനാകുക? ഒരു പൂരപ്രേമിയെ സംബന്ധിച്ചോളം, ഒരു ആനപ്രേമിയെ സംബന്ധിച്ചോളം, ഒരു മേളപ്രേമിയെ സംബന്ധിച്ചോളം ഇതാ മനോഹരമായുള്ള ചടങ്ങിലേക്ക് ഈ ശക്തന്റെ തട്ടകം ഒന്നാകെ എത്തുകയാണ്. ആ മനോഹരമായ അതാ ചെറിയ മേളം നമുക്കറിയാം. ഇപ്പോൾ ഉടൻ തന്നെ ആ വാതിൽ നമുക്ക് മുമ്പിൽ കാണിക്കുന്ന അഴിയിട്ട വാതിൽ തുറക്കുമെന്നുള്ളതാണ്. ആ തുറന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ആനപ്പുറത്തിരിക്കുന്ന ചമയങ്ങൾ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ആ വെഞ്ചാമരവും ആലവട്ടവും അതുപോലെ തന്നെ കോലത്തിന് മുകളിലുള്ള ആ മകുടവുമെല്ലാം ഇതാ ആ ഇരുട്ടിൽ അതാ ഒരു കോലത്തിന്റെ കാണുന്നില്ലേ, നെയ്തലക്കാവിലമ്മയുടെ കോലം കാണുന്നില്ലേ? ഇതാ പുഷ്പവൃഷ്ടി, ഇതാ തെക്കേ ഗോപുര നടക്കും മുമ്പിൽ പുഷ്പവൃഷ്ടി. അല്പസമയത്തിനകം തന്നെ ആ ഗോപുര നട തുറക്കും. ആ അഴിക്കുള്ളിലൂടെ ഇപ്പോൾ നമ്മൾ കാണുന്ന ആ ഇരുട്ടിന്റെ പശ്ചാത്തലത്തിൽ കാണുന്ന ഇരുട്ടുമൂടിയ കോലവും ിരിക്കുന്ന ചെമ്പട്ടണിഞ്ഞ കൃത്യമായിട്ടുള്ള കാഴ്ച, ആ തെളിഞ്ഞ കാഴ്ച നമുക്കിപ്പോൾ കാണാൻ കഴിയും. ഇതാ തുറന്നു കഴിഞ്ഞിരിക്കുന്നു. തെക്കേ ഗോപുര നട തുറന്നു കഴിഞ്ഞിരിക്കുന്നു. തെക്കേ ഗോപുര നട തുറന്നു കഴിഞ്ഞിരിക്കുന്നു. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുര നട തുറന്നിരിക്കുകയാണ്. ഇപ്പോഴിതാ പുറത്തിറങ്ങുകയും ആ ശംഖനാദം മുഴങ്ങുകയും ചെയ്യുമ്പോൾ ഈ പൂരത്തിന് തുടക്കം കഴിഞ്ഞിരിക്കുന്നു. ആ ശംഖനാദം മുഴങ്ങിയിരിക്കുന്നു. തെക്കേ ഗോപുര നടയ്ക്ക് മുമ്പിൽ ജനങ്ങളുടെ വലിയ ആവേശം, വലിയ ആരവം, ഉഷ്ണതരംഗത്തിന് മുകളിൽ നിൽക്കുന്ന പൂരാവേശമാണ് ഈ കാഴ്ച നമുക്ക് കാണുന്നത്. എന്ത് മനോഹരമായ കാഴ്ചയാണ്. ആ ഇരുട്ടിൽ നിന്ന് പുറത്തേക്ക് ആ വെയിലിന്റെ കിരണങ്ങൾ ഇങ്ങനെ നെറ്റിപ്പട്ടത്തിലും അതുപോലെ തന്നെ അതിന് മുകളിലിരിക്കുന്ന ചെമ്പട്ടിലേക്കും അതിന്റെ മിനുക്കുകളിലേക്കും ആ തിടമ്പിലേക്കും ആ വെയിലും പ്രകാശം ഇങ്ങനെ അടിക്കുമ്പോൾ ആ വടക്കുനാഥനെ വണങ്ങി പ്രസാദിച്ച് പൂരാവേശം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തിച്ചുകൊണ്ടിതാ ഏറ്റവും മനോഹരമായുള്ള കാഴ്ച നടക്കുന്നു. ആയിരങ്ങളെ സാക്ഷിയാക്കി, ആയിരക്കണക്കിന് പൂരപ്രേമികളെ സാക്ഷിയാക്കി ആ നെയ്തലക്കാവിലമ്മയുടെ ആ മനോഹരമായുള്ള ആ എഴുന്നള്ളിപ്പ് വടക്കുന്നാഥനെ കണ്ട് പ്രസാദിച്ച് വളരെ സന്തോഷവതിയായിട്ടുള്ള ശ്രീഭദ്രകാളി എന്തുകൊണ്ടാണ് നെയ്യും തിലവും പ്രസാദിച്ചപ്പോൾ ആ ഭക്തന് അനുഗ്രഹം ചൊരിഞ്ഞ ആ നെയ്തലക്കാവിലമ്മ, അങ്ങനെ നെയ്തലക്കാവിലമ്മ എന്ന് പേര് കേട്ട നെയ്തലക്കാവിലമ്മ ഇതാ എറണാകുളം ശിവകുമാറിന്റെ മസ്തകത്തിലൂടെ പൂരവിളംബരത്തിനായി തെക്കേ ഗോപുര നട തുറന്നിരിക്കുകയാണ്. തെക്കേ ഗോപുര നടയ്ക്ക് മുമ്പിൽ മേളമുയർന്നിരിക്കുകയാണ്, ആരവമുയർന്നിരിക്കുകയാണ്. ചെവിയുമാറ്റി പൂരക്ക് കേരളത്തിലേക്ക് നടക്കുകയാണ്. എറണാകുളം ശിവകുമാർ എന്ന ആ ഗജവീര്, ആ ഗജശ്രേഷ്ഠന് മുമ്പിൽ ഇതാ ആ കോലം പൂർണ്ണമായി ഉയർന്നിരിക്കുന്നു. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ആ തുമ്പിയൊന്ന് ഉയരുന്നതിനാണ്. ആ തുമ്പി ഉയരുന്നത് ഈ പൂര കേരളത്തിന്റെ വന്ദനമാണ്. ആ പൂര കേരളത്തിനെ വന്ദിച്ചുകൊണ്ട് എറണാകുളം ശിവകുമാർ തുമ്പി ഉയർത്തുകയും ഇതാ ആ കോലം നമുക്ക് പൂർണ്ണമായി കാണാം. ആ കുട നമ്മൾ നിവരുകയായി. ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച ആ കുട നിവർന്ന് സർവാഭരണ വിഭൂഷിതയായിട്ടുള്ള കണ്ണിൽ ആ തെച്ചിപ്പൂവിന്റെ മാല, തിളമ്പിന് മുകളിലുള്ള തെച്ചിപ്പൂവിന്റെ മാല, ആ തെച്ചിപ്പൂവിന്റെ മാലയുടെ ശോഭയിൽ ഇതാ ആ പൂരനഗരിയെ സാക്ഷിയാക്കിക്കൊണ്ട്, പൂര കേരളത്തെ സാക്ഷിയാക്കിക്കൊണ്ട് ആ പൂരത്തിന്റെ പ്രൗഢഗംഭീരമായ തുടക്കത്തിനുള്ള ആ ഏറ്റവും മനോഹരമായുള്ള കാഴ്ച തുമ്പി ഉയർത്തി. ഇതാ വീണ്ടും രണ്ടാമത്തെ തവണ തുമ്പിയുയർത്തി. ഒരു തവണ കൂടി ഒരു തുമ്പിയുയർത്തലുണ്ട്. അങ്ങനെ 3 തവണ ഈ പൂര കേരളത്തിന് വന്ദനമേകിക്കൊണ്ട് ഇതാ തൃശ്ശൂർ പൂരത്തിന്റെ വിളംബരമായിരിക്കുന്നു. അങ്ങനെ പൂര വിളംബരത്തിനായി നെയ്തലക്കാവിലമ്മ ഇതാ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തുറന്ന് പുറത്തേക്ക് എത്തുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. വലിയ ജനാരവം നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ
എഴുന്നള്ളത്ത് ഏതാണ്ട് 2 മണിക്കൂർ ദൈർഘ്യമുള്ള എഴുന്നള്ളത്തിനൊടുവിലാണ് വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലെത്തി അമ്മ വടക്കുന്നാഥനെ കണ്ടത്. എന്നിട്ട് ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് തെക്കേ ഗോപുര നട തുറന്ന് നെയ്തിലക്കാവിൽ അമ്മ ഇപ്പോൾ പുറത്തേക്ക് എത്തുന്നത്. അരുൺ കൊടുങ്ങൂരും മിഥുൻ അയ്യപ്പനുമുണ്ട്. അരുൺ, മിഥുൻ തുടർന്നോളൂ. ഇതാ തെക്കേ ഗോപുര നടയ്ക്ക് മുമ്പിൽ ഈ തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഫ്രെയിം, ഈ തൃശ്ശൂർ പൂരത്തിലെ നിന്ന ആദ്യ അതിമനോഹരമായിട്ടുള്ള കാഴ്ച, പൂരവിളംബരം നടത്തുന്ന നെയ്തലക്കാവിൽ അമ്മയുടെ ആ തിടമ്പ് എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകൾക്കാണ് അല്പനിമിഷം മുമ്പ് നമ്മൾ സാക്ഷിയായത്. ആ നെയ്തലക്കാവിൽ അമ്മ സർവാഭരണ വിഭൂഷിതയായിട്ടുള്ള ചെമ്പട്ടണിഞ്ഞ നെയ്തലക്കാവിൽ അമ്മ, ആ ചെമ്പരത്തി മാലയണിഞ്ഞ നെയ്തലക്കാവിൽ അമ്മ, ആ തിടമ്പിന്റെ ദർശനം ഇതിനു മുമ്പിൽ കൂടിയിരിക്കുന്ന തെക്കേ ഗോപുര നടയ്ക്ക് മുമ്പിൽ കൂടിയിരിക്കുന്ന ആബാലവൃദ്ധം ആയിരക്കണക്കിന് ജനങ്ങൾ, സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും വൃദ്ധന്മാരും എല്ലാവരും ഒരേ ഒരു വികാരത്തിന്റെ ഭാഗമായി തെക്കേ ഗോപുര നടയ്ക്ക് മുമ്പിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്രയോ മണിക്കൂറുകളായി. ആ മണിക്കൂറുകൾക്ക്, ആ കാത്തിരിപ്പുകൾക്ക് മുമ്പിലാണ് ഇത്രയും പ്രൗഢഗംഭീരമായിട്ടുള്ള കാഴ്ച പിറന്നത്. തെക്കേ ഗോപുര നടയുടെ വാതിൽ തുറന്നുകൊണ്ട് ആ കാഴ്ച പിറന്നിരിക്കുകയാണ്. എത്ര മനോഹരമായിട്ടുള്ള കാഴ്ച! പൂരത്തിന് വിളംബരമായിരിക്കുന്നു. ഇനി ഒരു പകലും രാത്രിയും മറ്റൊരു പകലും നീളുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ച, പൂര വിളംബരത്തിന്റെ കാഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കാണാം എത്രയോ ജനങ്ങളാണ് ഇവിടെ കാത്തിരിക്കുന്നത്, എത്രയോ ജനങ്ങളാണ്. ഇത് പൂരമല്ല, പൂരം നാളെയാണ്, ഇന്ന് പൂരമല്ല, ഇന്ന് പൂരത്തിന്റെ തലേ ദിവസമാണ്. പക്ഷെ ഇവിടെ നോക്കൂ, പൂരത്തിന് കൂടിയ ജനങ്ങൾ. ഒരു പൂഴി മണ്ണിട്ടാൽ താഴെ വീഴാത്ത അത്രം ജനങ്ങൾ ഇതാ തെക്കേ ഗോപുര നടയ്ക്ക് മുമ്പിൽ എത്രയോ മണിക്കൂറുകളായി നിൽക്കുകയാണ്. അവരുടെ ഒരു കുടമാറ്റം ഈ വെയിലിൽ തന്നെ കാണാം. അവരുടെ പല നിറത്തിലുള്ള കുടകൾ ഇങ്ങനെ മാറി മാറി കളിക്കുന്നത് കാണാം. അത് മറ്റൊരു ജനങ്ങളുടെ കുടമാറ്റം. വർണ്ണപ്പകിട്ട് അല്പം കുറഞ്ഞെങ്കിലും മനസ്സിലെ പൂരത്തിന്റെ വർണ്ണം മങ്ങാൻ ഒരിക്കലും ആകില്ല, ഒരു ദുരന്തത്തിനുമാകില്ല. ആ ദുരന്തത്തിന് മേലുള്ള എല്ലാം മറന്നുള്ള ഒരു സ്ഫോടനം തന്നെയാണ്, മനസ്സിന്റെ ഒരു വിസ്ഫോടനം തന്നെയാണ് ഓരോ പൂരവും നൽകുന്ന കാഴ്ച. പ്രായഭേദമന്യേ ആളുകൾ ഇങ്ങനെ ആരവം തീർക്കുന്നത് കണ്ടില്ലേ, താളം പിടിക്കുന്നത് കണ്ടില്ലേ? അങ്ങനെ അതിമനോഹരമായിട്ടുള്ള കാഴ്ച. എല്ലാവരും ഇങ്ങനെ, ഇവരെല്ലാം നമ്മൾ രാവിലെ കാണിച്ച തത്സമയത്തിൽ പ്രതികരിച്ചവരാണ് അവർ. അതായത് 8 മണിക്ക് നിൽക്കുന്നവരാണ് ഇവർ. ഇപ്പോൾ ഈ സമയം ഈ 12:30 അടുക്കുമ്പോഴും അവരിപ്പോഴും അവിടെ തന്നെ. മറക്കാനാവുന്നതല്ല ഈ കാഴ്ച, ഇനി ഒരിക്കലും ആവർത്തിക്കാനാവുന്നതല്ല. അതുകൊണ്ട് നമുക്കും നമ്മളും എത്ര ഭാഗ്യവാന്മാരാണ്, കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആ മനോഹരമായിട്ടുള്ള കാഴ്ച എത്രയും ഐശ്വര്യം നിറഞ്ഞ, എത്രയും ഭാഗ്യം സിദ്ധിച്ച കാഴ്ചയാണ് ഈ കാഴ്ച എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ ഇതാ നമ്മുടെ നെയ്തലക്കാവിൽ ഭഗവതിയുടെ ആനപ്പുറത്ത് വെഞ്ചാമരവും ആലവട്ടവും അതുപോലെ തന്നെ മുത്തുക്കുടയും ഇങ്ങനെ അത്രയും പ്രൗഢമായി വിരിഞ്ഞിരിക്കുന്നു. ഒരു വെൺമേഘം ആ വെഞ്ചാമരം ഇങ്ങനെ വീശുമ്പോൾ അത്രയും രാജകീയ പ്രൗഢിയോടെ ശ്രീഭദ്രകാളി അവിടെ മസ്തകത്തിൽ ഇങ്ങനെ അരുളുകയാണ്. അരുണ്, ഇക്കുറി ഓരോ പൂരത്തിലെ ചടങ്ങുകളും നടക്കുന്നത്. പക്ഷേ ഇവിടെ കാണുന്ന ഈ പുരുഷാരം എല്ലാ വർഷവും എത്തുന്ന പോലെ വലിയ രീതിയിലുള്ള പുരുഷാരം ആ താളത്തിനൊപ്പം അങ്ങ് താളം പിടിച്ചുകൊണ്ട് ആ മേളത്തിലേക്ക് അങ്ങ് അലിഞ്ഞു ചേർന്നുകൊണ്ട് ആ പൂരക്കാഴ്ചയിലേക്ക് ഇമ്പമാർന്ന കൃത്യമായ ആ പൂരക്കാഴ്ചയിലേക്ക് അങ്ങ് ഇഴുകി ചേർന്നുകൊണ്ട് ഈ നാടൊന്നാക്കി, ഈ നഗരമൊന്നാക്കി പൂരപ്രേമികളൊന്നാകെ കടക്കുകയാണ്. അത്ര മനോഹരമാണ് ഇവിടെ നിന്നുള്ള ഓരോ കാഴ്ചകളും. തൃശ്ശൂരുകാരെ സംബന്ധിച്ചോളം ഇതൊരു വികാരമാണ്. പൂരം എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു വികാരം അവർക്കില്ല. അത് തന്നെയാണ് ആ പൂരം മറ്റെന്തിനേക്കാളും അമൂല്യമായി, ഏറ്റവും അമൂല്യമായി അവർ കാണുന്നതും അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്ന് ഈ ലോകത്ത് ഏറ്റവും മനോഹരമായ, ഏറ്റവും സുന്ദരമായ നഗരം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള ഈ 2 ദിവസം അല്ല, ഇന്നും
നാളെയും മറ്റന്നാളും ഇനിയുള്ള ഈ 3 ദിവസം അത് തൃശ്ശൂർ തന്നെയാണ്. ലോകത്തെ ഏറ്റവും സുന്ദരമായ നഗരത്തെ തോൽപ്പിക്കുന്ന സൗന്ദര്യം ഇന്ന് തൃശ്ശൂരിലുണ്ട്. നാളെയും മറ്റന്നാളുമുണ്ട്. ആ സൗന്ദര്യം പൂരത്തിൻ്റെ സൗന്ദര്യമാണ്. പൂരത്തിൻ്റെ വർണ്ണത്തിൻ്റെയും ശബ്ദത്തിൻ്റെയും ഘോഷമാണ്. ആ സൗന്ദര്യം അതുണ്ടാക്കുന്ന സൗന്ദര്യമാണ്. ആ ദൃശ്യങ്ങൾ നിമിഷം ആ ഏറ്റവും സുന്ദരമായിട്ടുള്ള നിമിഷം സമ്മാനിച്ചതിന് ശേഷം നെയ്തലക്കാവിലമ്മ തൻ്റെ തട്ടകത്തേക്ക് തിരികെ പോവുകയാണ്. കുറ്റൂരിലേക്ക് തിരികെ ആ ഗ്രാമപാതയിലേക്ക് തിരികെ പ്രവേശിക്കുകയാണ് നെയ്തലക്കാവിലമ്മ. പക്ഷേ ഇനിയുള്ള ആ തിരികെ മടക്കത്തിന് ശേഷം നാളെ പൂരത്തിൻ്റെ പുലരിയിൽ നാളെ പൂരം പുലരുകയാണ്. പൂരങ്ങളുടെ പൂരം നാളെ ഉണരുകയാണ്. അന്ന് അതിരാവിലെ ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി ആ കണിമംഗലം ശാസ്താവ് എഴുന്നള്ളുന്നതോടുകൂടി പൂരത്തിൻ്റെ ആദ്യ ഘടകക്ഷേത്രങ്ങളുടെ എഴുന്നള്ളിപ്പ് തുടങ്ങുകയായി. അതിരാവിലെ മഴയും വെയിലുമേൽക്കാതെ ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി എഴുന്നള്ളണം, വടക്കുനാഥനിലെത്തി മടങ്ങണം എന്നുള്ളതാണ് ആ ചിട്ട പാലിച്ചുകൊണ്ട് അതിരാവിലെ തന്നെ ആ പുലർകിരണങ്ങളേറ്റുകൊണ്ട് ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയുടെ എഴുന്നള്ളിപ്പ് ആദ്യം കാണാം. പിന്നീട് ഘടകക്ഷേത്രങ്ങൾ ഓരോന്നോരോന്നായി ഇവിടേക്ക് പുറപ്പെടും. വടക്കുനാഥനെ കണ്ട് വണങ്ങും. ഇന്ന് ഈ ഘടകക്ഷേത്രങ്ങൾക്കെല്ലാം വരുന്നതിന് വേണ്ടി, വടക്കുനാഥനെ കാണുന്നതിന് വേണ്ടി, തൊഴുന്നതിന് വേണ്ടി ഈ വാതിലുകൾ, തെക്കേ ഗോപുര വാതിലുകൾ തുറന്നിട്ട ആ നെയ്തലക്കാവിലമ്മ ഏറ്റവും ഒടുവിലായി വടക്കുനാഥനെ തൊഴാനായി എത്തും. അങ്ങനെ ഏറ്റവും മനോഹരമായിട്ടുള്ള തൃശ്ശൂരിൻ്റെ കാഴ്ചകളിലേക്ക്, കേരളത്തിൻ്റെ കാഴ്ചകളിലേക്ക് കടക്കുകയാണ്. ഏറ്റവും മനോഹരമായ കാഴ്ചകളിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ കേരളം. ഏറ്റവും മനോഹരമായി ഇപ്പോഴിതാ ആ നിയന്ത്രണം അവിടെ ആളുകളെ ഇങ്ങനെ നിയന്ത്രിച്ച് പോലീസ് നിയന്ത്രിച്ച് നിർത്തിയിരുന്നു. പക്ഷേ ആ നിയന്ത്രണം ഇപ്പോൾ മാറ്റിയിരിക്കുന്നു. അടുത്തു നിന്ന് ഭഗവതിയെ കാണുവാൻ, ഭഗവതിയെ തിളമ്പേറ്റിയ ആ ഗജരാജനെ കാണാൻ, ആ ഗജശ്രേഷ്ഠനെ കാണാൻ, കൊച്ചി ദേവസ്വം ബോർഡിന്റെ ആ വലിയ ആനയെ കാണുവാനുള്ള ഒരു അവസരം പൂരവും മേളവും ആനയും എല്ലാമായി ഒതുങ്ങുന്നതാണ്, അല്ലെങ്കിൽ ചുരുങ്ങുന്നതാണ് ഈ നാടിൻ്റെ സംസ്കാരം, ഈ നാടിൻ്റെ പൈതൃകം. അതുതന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടതും. അതുതന്നെയാണ് ഈ കടുത്ത ചൂടിലും ഇവിടേക്ക് എത്തുന്ന ആളുകൾക്ക് എല്ലാം വലിയ രീതിയിലുള്ള ആവേശം പകരുന്ന ആ മനോഹരമായ കാഴ്ചകളും അതുതന്നെയാണ്. മേളം തുടങ്ങുമ്പോൾ ആ മേളത്തിനൊപ്പം താളം പിടിച്ചുകൊണ്ട് അവിടെ സർവ്വതും മറക്കുകയാണ്, സർവ്വ ദുഃഖങ്ങളും മറക്കുകയാണ്, സർവ്വ വേദനകളും മറക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പൂരം എന്ന് പറയുന്നത് തന്നെ എല്ലാ ദുഃഖങ്ങളെയും മറന്നുകൊണ്ട് നമ്മൾ കുറച്ച് മണിക്കൂറുകൾ ഈ നഗരത്തിന് വേണ്ടി, നമ്മുടെ സംസ്കാരത്തിന് വേണ്ടി, നമ്മുടെ ചടങ്ങുകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. ആ ചടങ്ങുകളിലുടനീളം നമ്മൾ കാണുന്നത് ആ സാഹോദര്യവും നമ്മുടെ സംസ്കാരവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാര്യങ്ങളും സംസ്കാരത്തിൻ്റെതടക്കമുള്ള ആഘോഷമാണ്. ഓരോ ആഘോഷവും എന്ന് പറയുന്നത്, ആ പൂരം എന്ന് പറയുന്നത് ഒരിക്കലും പ്രൗഢി കുറയ്ക്കാനാവില്ല. എത്രയൊക്കെ നിയന്ത്രിച്ചാലും ഇവിടെ എത്തിച്ചേരുന്ന ജനങ്ങളുടെ മനസ്സിൽ പൂരം അവശേഷിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് അത് പ്രൗഢഗംഭീരത്തിൻ്റെ കാഴ്ച തന്നെയാണ്. അത് ആഡംബരത്തിൻ്റെ കാഴ്ചയാണ്. നമുക്കെല്ലാം ഇപ്പോൾ ഈ പൂരത്തിൻ്റെ ചടങ്ങുകളുടെ ഭാഗങ്ങളായിട്ടുള്ള ഓരോ ചടങ്ങുകളും നമുക്ക് ആസ്വദിക്കാം. അതിന് അടുത്ത പൂരം നമുക്കറിയാം, ഇപ്പോഴുണ്ടായ ആ വിഷമങ്ങളും ആ ദുരിതങ്ങളെല്ലാം മാറ്റി അടുത്ത പൂരം കൂടുതൽ സുരക്ഷയോടെ, കൂടുതൽ മനോഹരിതയോടെ നമുക്ക് നടത്താൻ വേണ്ടി ഉയരത്തിൽ കേൾക്കുന്ന ആ പാട്ട് കേൾക്കാം. ആ മനോഹരമായ വരികൾ കാണാം. വടക്കുംനാഥ സർവം നടത്തുംനാഥ. അതെ, ആ വടക്കുംനാഥന്റെ സംരക്ഷണത്തിൽ, ആ വടക്കുംനാഥന്റെ പൂർണ്ണമായുള്ള നിയന്ത്രണത്തിൽ ഇപ്പോഴിതാ വടക്കുംനാഥ ക്ഷേത്ര നടയ്ക്ക് മുമ്പിൽ, തെക്കേ നടയ്ക്ക് മുമ്പിൽ ഇപ്പോൾ എറണാകുളം ശിവകുമാർ എന്ന ഗജശ്രേഷ്ഠൻ്റെ ശിരസിലേറി, മസ്തകത്തിലേറി ഇപ്പോഴിതാ നമ്മുടെ നെയ്തലക്കാവിലമ്മ ശ്രീഭദ്രകാളി ഇപ്പോഴിതാ ഇവിടേക്ക് എഴുന്നള്ളിയിരിക്കുകയാണ്. കാഴ്ചയിലേക്ക് ഈ നാടൊന്നാകെ പോവുകയാണ്. ഏറ്റവും മനോഹരമായുള്ള കാര്യം. തീർച്ചയായും. കാരണം ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നതാണ്.
വളരെ ആദ്യമായിട്ടാണ് തൃശ്ശൂർ പൂരം കാണുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു കാഴ്ചകൾ എങ്ങനെയാണ്? ഞാൻ ദുബായിലാണ്, രണ്ടാളും ദുബായിലാണ്. ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. 2 ദിവസം ഇവിടെ ഉണ്ടാവും. കന്നഡ പോകുന്നത്. പൂരം മുഴുവനായി ആസ്വദിച്ചേ പോകും. ശരി പോകുന്നത്. ചൂടുണ്ട്, കുഴപ്പമില്ല. എത്ര മണിക്കൂറായി കാത്തിരിക്കുകയായിരുന്നു? ഞങ്ങളിപ്പോൾ ഇവിടെ 10:30 എത്തിയതാണ്. ചൂടൊന്നും കുഴപ്പമില്ല, ഭഗവതിയെ കണ്ട്. അതെ, അപ്പോൾ എങ്ങനെയാണ് ഈ സമയം? വളരെ നല്ല കുറേ നേരം കാത്തു നിൽക്കുന്നു, പക്ഷെ അത് വളരെ നന്നായിരുന്നു. അങ്ങനെ എല്ലാ നിറഞ്ഞാണ് മടങ്ങുന്നത്. എത്രയോ കിലോമീറ്ററുകൾ കടൽ കടന്ന് ഇവിടേക്ക് എത്തുന്നു. അന്യരാജ്യത്ത് നിന്ന് പോലും ഇവിടേക്ക് ഈ പൂരത്തിൻ്റെ ആ മാഹാത്മ്യം, ആ പൈതൃകം, ഒരിക്കലും തകർക്കാൻ പറ്റാത്ത ആ ഒരു വലിയ ശക്തി, ആ ഒരു വലിയ വിശ്വാസം. നേരത്തെ പറഞ്ഞ പോലെ ആ വടക്കുന്നാഥൻ്റെ തട്ടകത്തിൽ, ആ പൂര നഗരിയിൽ, സാംസ്കാരിക കേരളത്തിൻ്റെ തലസ്ഥാനത്ത് നടക്കുന്ന ആ മനോഹരമായുള്ള, മറ്റൊരിടത്തും പുനരാവിഷ്കരിക്കാൻ പറ്റാത്ത, മറ്റൊരിടത്തും നടത്താൻ കഴിയാത്ത ഏറ്റവും മനോഹരമായുള്ള ആ ചടങ്ങ് ഓരോന്നായി ഇനി തുടങ്ങുകയാണ്. ഏറ്റവും മനോഹരമായുള്ള ചടങ്ങിലേക്കൊക്കെ തന്നെ ഈ നാടൊന്നാകെ പോവുകയുമാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആവേശത്തിലേക്ക് കൂടി എന്തായാലും പൂരത്തെ നെഞ്ചേറ്റിക്കൊണ്ട് തന്നെ എല്ലാവരും മുന്നോട്ട് പോകുന്നു. അത് തന്നെയല്ലേ? തീർച്ചയായും വളരെ സന്തോഷമുള്ളൊരു സന്ദർഭമാണ്. ഒപ്പം തന്നെ നമുക്ക് ഉണ്ടായിട്ടുള്ള ഈ വെടിക്കെട്ട് ദുരന്തത്തിൻ്റെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരേണ്ടതുണ്ട്. വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരനടയിൽ ഇപ്പോൾ പൂര വിളംബരം പൂർത്തിയായി നിൽക്കുന്ന സമയത്ത് ഇനി വരും മണിക്കൂറുകൾ പൂരത്തിന് ഒരുങ്ങുന്ന ഒരു സമയത്താണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ നമ്മൾ വലിയ തകർത്താഘോഷിക്കേണ്ട ഒരു സമയമാണ്. പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു കനം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത്തവണ നമ്മൾ പൂരപ്പറമ്പിൽ നിൽക്കുന്നത്. പാട്ടുകളെല്ലാം ഓരോ പൂരക്കാലത്തും ഓരോ പാട്ടുകളെല്ലാം നൽകി ഒരു പൂരത്തിന് ഹരിച്ചേട്ടൻ്റെ ഒരു സമർപ്പണമായിരുന്നു അത്. ഇത്തവണയും അത്തരത്തിലുള്ള സംരംഭങ്ങൾ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? 8 പാട്ടുകൾ ഈ കഴിഞ്ഞ വർഷം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ ഗാനരചനയും സംവിധാനം നിർവഹിച്ചത്. അതിൽ 8ാമത്തെ പാട്ടിട്ടാണ് പൂരപ്രണയം. ഇത് രഞ്ജിത്ത് ഉണ്ണി അദ്ദേഹമാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. അദ്ദേഹം ഫിലിം പ്ലേബാക്ക് അദ്ദേഹമാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. അതിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് രഞ്ജിത്ത് തന്നെയാണ്. എന്തായാലും പൂരത്തിൻ്റെ ഒരു ഉത്സവ ഒരു ആനന്ദത്തിൽ വീണ്ടും പങ്കെടുക്കാൻ പറ്റില്ല, വളരെ സന്തോഷം. ചെന്നൈയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ആയിട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, വളരെ സന്തോഷമുണ്ട്. അപ്പോൾ പാട്ട് തുടങ്ങുന്നത് പൂരമെത്തുമ്പോൾ ചേല ചുറ്റിയൻ കൂടെ എത്തണ കുഞ്ഞോളെ താളം പ്പിനൊപ്പം ഈ നാട് നീ എൻ്റെ പൊന്നാരെ മേടമാസത്തിൽ മോടിക്കൂടണ നാട് നമ്മുടെ തൃശ്ശൂര് കേളി കൊട്ടുന്നു തേക്കിൻ കടിലി മേള കാണുവാൻ മാളൂര് ആർപ്പൊലിയുമായി നാട്ടാര്. ഇതാണ് ഇപ്രാവശ്യത്തെ പൂരപ്പാട്ട്. പൂരപ്രണയം എന്നാണ് അതിൻ്റെ ടൈറ്റിൽ വച്ചിരിക്കുന്നത്. ഈ ഹരി അതോടൊപ്പം തന്നെ ഒരു പാട്ടുകൂടെ ഹരി വർഷങ്ങളായി തന്നെ ഈ പൂര രംഗത്ത് അല്ലെങ്കിൽ നമ്മുടെ മോർണിംഗ് ഷോയിലൊക്കെ തന്നെ അതിഥിയായിരുന്നു. ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഒരു പൂരപ്പാട്ട്? ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട കറക്റ്റ് ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം തരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തെക്കേ ഗവർണറിലാണല്ലോ. നെയ്തിലക്കാവമ്മ വരാൻ കാത്തുനിന്ന് ആ കാത്തുനിന്നതിൻ്റെ സായുജ്യത്തിലാണല്ലോ. ഉടൻ പൂരം എന്ന ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു ആൽബത്തിൽ രഞ്ജിത്ത് തന്നെ പാടിയിട്ടുള്ള 2 വരികളെ നെയ്തിലക്കാവമ്മ നൽകിയ നേദ്യമുണ്ടൊരു നേരുമായി നേരെ എത്തി തേക്കിൻ കാടരികിൽ പാറമേക്കാവുന്ന ഗോപുരവാതിൽ അപ്പുറമെത്തവേ തിരുവമ്പാടിക്കും കൂടെ കുടമാറ്റം. അത് രഞ്ജിത്തിന് ഒരു ഓർത്ത് പാടാൻ പറ്റുമോ? രഞ്ജിത്ത് കുറച്ച് മനോഹരമായിട്ട് പറഞ്ഞു. നെയ്തലക്കാവമ്മ നൽകിയ നേദ്യമുണ്ടൊരു നേരുമായി നേരെ എത്തി തേക്കിൻ കാടരികിൽ പാറമേക്കാവമ്മ ഗോപുരവാതിലപ്പുറമെത്തവേ തിരുവമ്പാടിക്കും കൂടെ കുടമാറ്റം കതിന വെടിയൊലികൾ അഴകിൻ നിറപ്പറകൾ തകിട തുടിയുണരും മേളം. നമുക്ക് നാളെ എന്തായാലും കൂടുതൽ പാട്ടുകളൊക്കെ വേണ്ടി നമുക്ക് വേണം. ഏതായാലും നമ്മുടെ നെയ്തലക്കാവ് പറയുമ്പോൾ ഓരോ ചിലർക്ക് പാട്ടാകാം, സംഗീതമാകാം, ചിലർക്ക് മേളമാകാം. അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഏറ്റവും മനോഹരമായുള്ള രീതിയിലേക്ക് ആ ഒരു മനോഹര കാഴ്ചകൾ തന്നെയാണ് ഈ ശക്തൻ്റെ നാട്.